നമ്മുടെ കൺവെൻഷൻ്റെ 3-ാം ദിവസത്തെ രാത്രികാലത്തെ കുടിവരവനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ ലിപ്സി ടിസൺ മുന്നോട്ട് വന്ന് സങ്കീർത്തനം വായിക്കുകയും അതിനുശേഷം നിലമ്പൊടിഞ്ഞ CSI സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന ജേക്കബ് ജോൺ സാറ് നമ്മുടെ മധ്യത്തിലുണ്ട്. സാറ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതും ആയിരിക്കും. കൺവെൻഷന്റെ 3-ാം ദിനമായ ഇന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 84-ാം സങ്കീർത്തനം 1 മുതൽ 12 വരെയുള്ള ദൈവവചനങ്ങൾ. 84-ാം സങ്കീർത്തനം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിൽ ഒരു വീടും മീവൽപക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരുന്നു. അവർ മേൽക്കും മേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിൻ്റെ ദൈവമേ, ചെവി കൊള്ളണമേ. ഞങ്ങളുടെ പരിചയമായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷേകത്തിൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിന്റെ പ്രകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാവട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ശിരസ്സുകളെ ദൈവസന്നിധിയിൽ വണക്കാം. നമ്മുടെ ഹൃദയ നിരൂപണങ്ങളെ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കൺവെൻഷൻ യോഗങ്ങളുടെ ഈ 3-ാമത്തെ രാത്രി ദൈവസന്നിധിയിൽ നമുക്കൊന്നിച്ച് കൂടി വരുവാൻ, ഈ പന്തലിൽ ഒന്നിച്ച് കൂടി വരുവാൻ ദൈവം ഇടയാക്കിയല്ലോ. അതിനായി സ്തോത്രം ചെയ്യാം. ഈ പ്രഭാതം കണ്ട പലരും ഈ പ്രദോഷം കാണാതെ വണ്ണം മാറ്റപ്പെട്ടപ്പോൾ കർത്താവേ, അങ്ങ് ഞങ്ങളെ ശേഷിപ്പിച്ചു. ഞങ്ങളുടെ യാത്രയിൽ കൂടെ ഇരുന്നു, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കൂടെ ഇരുന്നു, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ തമ്പുരാൻ അടിയങ്ങളോട് കൂടെ ഇരുന്നു വഴി നടത്തി. അതിനായി പ്രത്യേകം സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, എല്ലാ വർഷങ്ങളിലും ഈ സഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കൺവെൻഷൻ യോഗങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ 38-ാം വർഷവും ഈ എളിയ സഭയെ അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനം ദേശത്തെ പ്രഘോഷിപ്പാൻ, അങ്ങയുടെ വചനം ദേശത്തെ വിളമ്പിക്കൊടുക്കുവാൻ, ന്യായവിധിയിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിന് കൃത്യമായ സന്ദേശം നൽകുവാൻ, തെറ്റിയൊഴിയുവാൻ കഴിയാതെ വണ്ണം, കേട്ടില്ല ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാതെ വണ്ണം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം, ന്യായവിധിയുടെ വചനം, അതോടൊപ്പം വിടുതലിൻ്റെ വചനം ഈ രാത്രി, കഴിഞ്ഞ രാത്രിയിലൊക്കെ സംസാരിച്ചതുപോലെ തന്നെ ഈ രാത്രിയിലും അതിശക്തമായി പ്രഘോഷിപ്പാൻ ദൈവസ്ഥൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ. പ്രത്യേകിച്ച് ഇന്ന് വചനം സംസാരിക്കുന്ന വന്യ അച്ഛനെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ എളിയ ദേവാലയം ഒരു സമ്പന്നമായൊരു ദേവാലയമല്ല. ഇവിടെ കൂടി വരുന്ന ദൈവമക്കളെയൊക്കെ ദൈവസ്ഥനിൽ നമുക്കൊരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. ഈ കൺവെൻഷന് വേണ്ടി വ്യയം ചെയ്യുന്ന ധനം, അത് നൽകുന്ന ഓരോ കുടുംബങ്ങൾ, വ്യക്തികൾ, കർത്താവെ, അവരറിയാതെ തന്നെ അവരുടെ ഈ ധനത്തിലൂടെ അങ്ങയുടെ വചനം ഇവിടെ വിതയ്ക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അതിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ അറിയാതെയും അറിഞ്ഞും അവർക്ക് ലഭിക്കുന്ന വലിയൊരു ശുശ്രൂഷയുടെ ഭാഗമായി തീർന്നതിനായി സ്തോത്രം ചെയ്യാം. ഈ വലിയ ശുശ്രൂഷയിലേക്ക് കരങ്ങൾ നീട്ടിയ
ഓരോ പ്രിയപ്പെട്ട ദൈവമക്കളെയും ദൈവസന്നിധിയിൽ പരിപൂർണമായി താഴ്ത്തി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനൊക്കെ പൂർണ്ണമായി വിടുതൽ നൽകുന്നത് ദൈവമാണ്. വചനം ഓടിക്രിയ ചെയ്യുന്ന വചനമാണ്. അതുകൊണ്ട് വചനം അയച്ച് അവരെ സൗഖ്യമാക്കി എന്നൊരുവൻ ഞങ്ങളെ ഓർപ്പിക്കുന്നുണ്ട്. വചനം കർത്താവാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനമാണ് സൃഷ്ടിക്ക് മുഖാന്തരമായി തീർന്നത്. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച വചനം, ആ ലോഗോസ്, ഈ ലോകത്തിലെ പ്രപഞ്ചത്തിൻ്റെ സമൂലമായ മാറ്റത്തിന് മുഖാന്തരമായി തീർന്നത് അങ്ങയുടെ വാക്കുകളാണ്. അതുകൊണ്ട് ആ വചനത്തിൽ ഈ രാത്രി പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് രൂപാന്തരത്തിന് വചനമായി ദൈവമക്കൾ ഈ രാത്രി ക്രിയ ചെയ്യുന്ന വചനമായി തീരുവാൻ ദൈവസന്നിധിയിൽ നമ്മെ ഫലമേൽപ്പിക്കാം. നമ്മളെ കേൾപ്പിച്ച 84 സങ്കീർത്തനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമാണ്. ദൈവസന്നിധിയിൽ അവർ കഴിച്ച അപേക്ഷ അനുഗ്രഹത്തിൻ്റെതായി തീരുവാനായിട്ട് ഇടയാക്കില്ലോ. അപ്രകാരം ഒരു വലിയ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുവാൻ നമ്മെ ദൈവത്തിൽ ഫലമേൽപ്പിക്കാം. ഈ എളിയ ആലയം ദൈവത്തിൽ ഏൽപ്പിക്കാം. കൂടി വരും ദൈവമക്കളെ ഏൽപ്പിക്കാം. ഈ ആലയത്തിലെ ചർച്ച് കമ്മിറ്റി അംഗങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ കൺവെൻഷന് നേതൃത്വം കൊടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഓർക്കാം. ഗായക സംഘത്തിനായി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കീബോർഡ് വായിച്ച് സഹായിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇവിടെ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ വലിയ ഭൃത്തിനെ കുടുംബമായി ദൈവത്തിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഡി ജോൺ സാറിനെയും കടന്നു വന്നിരിക്കുന്ന കൊച്ചമ്മയെയും പ്രിയ അമ്മച്ചയും ദൈവത്തിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഞങ്ങളുടെ വന്യ അച്ഛനായി അടിയങ്ങളുടെ ഇടവകയ്ക്ക് നേതൃത്വം നൽകുന്ന അച്ഛനാണ്. വചനം കേൾക്കുവാൻ അടിയനും കടന്നു വരുവാൻ ഇടയായല്ലോ, അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വചനത്തിന് ബന്ധനമില്ല എന്ന തിരുവചനം പഠിപ്പിക്കുന്നു. വചനം മായമില്ലാത്ത പാലാണ്, ഇരുവായത്തിലുള്ള വാളാണ്. എന്നും നശിക്കാത്ത പൂ വാടിപ്പോയി പൂതിർന്നു പോയി, ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതാ. നോ എൻഡ്, അല്ലെങ്കിൽ എറ്റേണലാണ്. ദൈവവചനം എപ്പോഴും നിത്യമായതാണ്. അതുകൊണ്ട് ആ വചനം കൈക്കൊണ്ടുകൊണ്ട് ഈ രാത്രി പോകുവാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക. പലവിധമായ വിഷയങ്ങൾ നമ്മുടെ മധ്യേ ഉണ്ട്. ഈ ആലയത്തിലെ ഓരോ കുടുംബങ്ങളെ ഏൽപ്പിക്കാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രോഗിയായി പ്രാർത്ഥന ആവശ്യപ്പെട്ട ചില പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ മറ്റ് അവശ്യഭാരങ്ങളിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്. കടഭാരങ്ങളുള്ളവരുണ്ട്, ഞെരുക്കങ്ങളുള്ളവരുണ്ട്, ആവലാതിയും ആകുലതയുള്ളവരുണ്ട്. അതുകൊണ്ട് ദൈവജനത്തിൻ്റെ സങ്കടം കണ്ട ദൈവം, അവിടെ കരച്ചിൽ കേട്ട ദൈവം, അവിടെ സങ്കടങ്ങൾ അറിയുന്ന ദൈവം, നിലവിളി കേട്ട ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ അറിയുന്നൊരു ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. ഈ കുന്നിൻ്റെ മുകളിൽ ദൈവസന്നിധിയിൽ സാക്ഷ്യമായി നിലകൊള്ളുന്ന ഈ ആലയത്തിനായി സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ ഓരോ പ്രിയപ്പെട്ടവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 21 തീയതി മുതൽ ഈ മാസം 21 തീയതി മുതൽ നടത്തപ്പെടുന്ന ജില്ലാ കൺവെൻഷന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. വെള്ളി, ശനി, ഞായർ ദിവസം നടക്കുന്ന കൺവെൻഷൻ യോഗങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം. അവസാന ദിവസം വൈകുന്നേരം നടക്കുന്ന ഹോളി കമ്മ്യൂണിയൻ സർവീസിനായി പ്രത്യേകം പ്രാർത്ഥിക്കാം. അഭിവന്യ തിരുമനസ്സിനായി, ഓഫീസേഴ്സിനായി, മഹായുടെ എല്ലാ പ്രവർത്തനത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സഭകളെയും പട്ടക്കാരെയും ശുശ്രൂഷകരെയും ഓർക്കാം. മഹായുടെ എല്ലാ ജനങ്ങളെയും ദൈവസ്ഥനിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കാം. ചെയർമാൻ അച്ഛനായി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇങ്ങനെ ദൈവാസനിൽ എല്ലാ ഇതര വിഷയങ്ങളെയും നമുക്ക് ഓർക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ വയൽ പ്രദേശങ്ങളെ, സുവിശേഷം എത്തിച്ചേരാത്ത സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി കടന്നു പോയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. തുച്ഛമായ വേതനം വാങ്ങിക്കൊണ്ട് വേല ചെയ്യുന്നവരാണ്. സമൃദ്ധിയായി ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ അവരുടെ ജീവിതം പ്രയാസപ്പെടും. നല്ല വസ്ത്രം വാങ്ങിയാൽ അവരുടെ ജീവിതം പ്രയാസപ്പെടും. അതുകൊണ്ട് വളരെ കഷ്ടതയുടെയും പ്രയാസത്തിൽ നടക്കുന്ന സുവിശേഷ വേലക്കാരായിരിക്കുന്ന മിഷണറി സമൂഹങ്ങളെ
നമ്മുടെ മിഷൻ ഫീൽഡുകളെ നമുക്ക് ഈ സമയം ഒരു നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ രാത്രി കൺവെൻഷൻ പന്തൽ പരിസരങ്ങൾ, ആലയം പരിസരങ്ങളൊക്കെ ദൈവസ്ഥലേക്ക് ഏൽപ്പിക്കുക. വെള്ളത്തിന്മീതെ പരിവർത്തിച്ചത് പരിശുദ്ധാത്മാവേ. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ്ഡ് അപ്പ് ഓഫ് ദി ഫേസ് ഓഫ് വാട്ടേഴ്സ്. വെള്ളത്തിന്മീതെ പരിവർത്തിച്ച അതേ പരിശുദ്ധാത്മാവ് ഈ രാത്രി പന്തലിലും പരിസരങ്ങളിലും വചനം സംസാരിക്കുന്ന നിങ്ങളുടെ അഭിഷിക്തൻ്റെ ഹല്ലേലൂയ ഈ ശുശ്രൂഷയിന്മേലെ വചനത്തിന്മേലെ ക്രിയ ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി പരിവർത്തിക്കുന്ന ആത്മാവായി കൂടെ ഇരിക്കണം. ആരൊക്കെ ആവശ്യഭാരങ്ങളിരിക്കുന്നവരെയൊക്കെ ദൈവസ്ഥലിൽ ഒരു നിമിഷം നമുക്ക് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ശിരസ്സുകളെ ദൈവസ്ഥലിൽ ഏൽപ്പിക്കാം. ഇരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ വിഷയങ്ങൾ എന്താണോ അത് നമുക്ക് ദൈവസ്ഥലിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആരും അലക്ഷ്യമായിരിക്കരുതേ. എല്ലാവരും കണ്ണുകളെ അടച്ച് പൂർണ്ണമായ ഏകാഗ്രഹൃദയത്തോടെ ഇന്ന് എന്നോട് സംസാരിക്കണമേ. എൻ്റെ കുടുംബത്തോട് അങ്ങ് ഇടപെടണമേ. എൻ്റെ ആവശ്യങ്ങളുമേ അങ്ങ് ഇടപെടണമേ. വിഷയങ്ങളുമായി ദിവസത്തിലേക്ക് ഒരു നിമിഷം നമുക്ക് അടുത്തെല്ലാം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ കൺവെൻഷൻ യോഗങ്ങളുടെ മൂന്നാമത്തെ രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുവാദ പീഠത്തിങ്കൽ ഈ പന്തലും പരിസരവും ശബ്ദപരിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം അടിയങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ഈ കൺവെൻഷൻ ഉദ്ദേശം തന്നെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് പിന്മാറ്റക്കാരെങ്കിൽ മടങ്ങി വരുവാൻ, വിശ്വാസത്തിൽ മന്ദീഭവിച്ചു പോയെങ്കിൽ പൂർവാധികം ശക്തിയോടെ ബലപ്പെടുവാൻ, അതുപോലെ ദൈവവചനം കേട്ട് ദൈവസ്ഥലിലേക്ക് അടുത്ത് വരുവാനൊക്കെ ഓരോർക്ക് രൂപാന്തരപ്പെടുത്തി ദൈവസ്ഥലിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിത വിശുദ്ധി ദൈവസ്ഥലിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകളായി തീരാതെ വണ്ണം എൻ്റെ കർത്താവിൻ്റെ വിലയേറിയ തിരുസൽ വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിച്ച് സാക്ഷ്യമുള്ള ജീവിതമായി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ഞങ്ങളുടെ ആലയത്തെ ഇവിടുത്തെ ജനത്തെയും കടന്നു വന്ന അടിയങ്ങളെ അവിടുന്ന് സജ്ജരാക്കുകയും അതിനായി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇന്ന് ഈ സ്റ്റേജിലായി രൂപീഷരായിരിക്കുന്ന ശുശ്രൂഷക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കരങ്ങൾ തരുന്നു. വചനം സംസാരിക്കുന്ന അച്ഛൻ്റെ കരങ്ങൾ തരുന്നു. പന്തലിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം കരങ്ങൾ തരുന്നു. എൻ്റെ ഗായക സംഘത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഓർഗൻ വായിച്ച് സഹായിക്കുന്ന പ്രിയമകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശബ്ദവും വെളിച്ചവും കൈകാര്യം ചെയ്യുന്ന മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമൂലമായി പൂർണ്ണമായി ഈ പരിസരം കർത്താവിൻ്റെ തിരുവാദപീഠത്തെങ്കിൽ ഞങ്ങളുടെ ഉയരത്തിലെ ആത്മാവിൻ്റെ നിരീക്ഷണത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കുക. കർത്താവ് ഇവിടുത്തെ കൃപ ധാരാളമായി ദൈവജനത്തിന്മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടൻ പ്രബലനാകുവാനാകാതെ വണ്ണം ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഞങ്ങൾ ബലപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. കടന്നു വന്ന് വെറുതെ പോയി എന്നല്ല, ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചു മടങ്ങുവാൻ രാത്രികളെ സഹായിക്കണം. എല്ലാ നന്മകളാലും ഞങ്ങൾ നിറയ്ക്കണം. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശുവേ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ കൺവെൻഷൻ്റെ മൂന്നാമത്തെ ദിവസം രാത്രികാലം ദൈവം നമ്മളെ കൂട്ടിവരുത്തതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലവും ദൈവം നമ്മളോട് സംസാരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇപ്പോഴേ ഗായകസംഘം ഒരു പാട്ട് പാടും. അപ്പോൾ നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. കഴിഞ്ഞ രാത്രികാലം ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായി നമ്മൾ സംസാരിച്ചതിനായി ദൈവം തൻ്റെ അഭിഷിക്തനെ അനുഗ്രഹിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലവും അഭിഷിക്തനെ ഈ ദേശത്തിന് വേണ്ടതായ വചനം കൊടുത്ത് ഇന്ന് രാത്രികാലവും നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ഏലി പുരോഹിതനെ വീണ്ടും അവൻ്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുവാൻ ദൈവം ഉപയോഗിച്ചതായ ശമൂവേൽ ബാലൻ്റെ ജീവിതത്തെ കൂടെ ഇന്നലെ നമ്മൾ രാത്രികാലം കേൾപ്പിച്ചു. അതുപോലെ തന്നെ ഫിനെഹാസിൻ്റെ ഭാര്യയുടെയും ഹന്നായുടെയും ജീവിതത്തിലുണ്ടായിരിക്കുന്ന വ്യത്യാസങ്ങളെ ഇന്നലെ രാത്രികാലം സവിസ്തരം നമ്മൾക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചു. ഈ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അധികം ഫലം തരട്ടെ, നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം തരട്ടെ, നമ്മുടെ ജീവിതത്തെ രൂപാന്തരം തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം കേൾക്കാൻ പോകുന്ന വചനം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവകരങ്ങൾ നമ്മളെ ഏൽപ്പിക്കാൻ നമുക്കെല്ലാവർക്കും നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നമുക്കൊരു പ്രാവശ്യം സ്തോത്രം ചെയ്യാൻ കേൾക്കുന്ന വചനത്തിനായി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ ഏൽപ്പിക്കാം. തുടർന്നുള്ള പാട്ടിന് ശേഷം ബഹുമാനപ്പെട്ട അച്ഛൻ വചനത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കും. നമുക്കെല്ലാവരും കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാമെന്നുള്ള പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും ശാന്തമായിരിക്കാം. മുൻവശത്ത് നമുക്ക് കസേരകളുണ്ട്. പുറകിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിട്ടുള്ളവരൊക്കെ എഴുന്നേറ്റ് വന്നാൽ ഇടയിലും 2-3 കസേരകളുണ്ട്. ഈ ഗായക സംഘത്തിൽ ലേഡീസ് പെൺകുട്ടികളിരിക്കുന്നതിന് പുറകിൽ 4-5 സീറ്റോളം ഉണ്ട്. അപ്പോൾ അതുകൂടെ ഫില്ല് ചെയ്യാൻ മുന്നോട്ട് വന്നിരിക്കാൻ തയ്യാറാവണം. ഈ പുറകിലിരുന്നാലൊരു സൗകര്യം, നമ്മുടെ സൗകര്യം പോലെ ഒന്ന് സംസാരിക്കാനൊക്കെ സാധിക്കും. അതിനുള്ള അവസരത്തെ എപ്പോഴും നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. ഈ ദൈവസന്നിധിയിലൊക്കെ മുന്നിലത്തെ സ്ഥലം ഫില്ല് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ കാര്യം ഞങ്ങൾ മുന്നിൽ നിൽക്കുന്നു ഉള്ളതുകൊണ്ടും നോട്ടം പെട്ടെന്ന് അവരിലേക്ക് വീഴുമെന്നുള്ളത് കൊണ്ടും അവിടെ ഇരിക്കുന്നവർ കുറച്ചുകൂടെ ജാഗ്രതയുള്ളവരായിരിക്കും. ഇപ്പോൾ പുറകിൽ എനിക്കൊരു ഷാഡോ പോലെ നിങ്ങളുടെ മുഖം കാണാനേ സാധിക്കുന്നുള്ളൂ. എന്നാൽ മുന്നിലിരിക്കുന്നവരെ
എന്ത് ചെയ്താലും എനിക്ക് കാണാം. അവിടെ വന്നിരിക്കുമ്പം നമുക്കൊരു ഉത്തരവാദിത്വ ബോധം കൂടുകയാണ്. കാരണം വചനത്തിൻ്റെ മുന്നിലാണ്, ശുശ്രൂഷകരുടെ മുന്നിലാണ്. അതുകൊണ്ട് ഞങ്ങൾ യോഗ്യമായി ആയിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒക്യുപ്പൈ ചെയ്യാൻ ശ്രമിക്കണം. കാരണം അത് തന്നെ നമുക്കൊരു ഐശ്വര്യവും അനുഗ്രഹവുമാകും. നമ്മൾ കേട്ടത് ഗ്രഹിച്ചോ, അത് മനസ്സിലായോ എന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ തിരഞ്ഞെടുപ്പാണ് അവിടെ ആ സീറ്റുകളിൽ ഇരിക്കാനായിട്ട് നാം തീരുമാനിച്ചു. അതുകൊണ്ട് ആ തീരുമാനം തന്നെ ഒരു ബ്ലെസ്സിങ് ആവും. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഞാനും പുറകിലും ഒളിച്ചുമൊക്കെ ഇരുന്ന കാലഘട്ടമുണ്ട്. എന്നാൽ അവിടെ നിന്നൊക്കെ വിട്ട് ദൈവവചനത്തിൻ്റെ ഗൗരവവും ദൈവസന്നിധിയുടെ മഹത്വവും ഒക്കെ അത് എന്തോ ഒരു പുണ്യപ്രവൃത്തിയായിട്ടല്ല, അത് എന്നെയും എൻ്റെ ചുറ്റുമുള്ളതിനെയും ഒക്കെ അനുഗ്രഹിക്കുന്ന ഒരു വലിയ നന്മയായി തീരുമ്പോൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും കൃപയും മനസ്സമാധാനവും ഒക്കെ അനുഭവിപ്പാൻ ഇത്തരത്തിലുള്ള പ്രക്രിയകളിൽ നമ്മളെ തന്നെ ചേർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ഈ ഒരു ദിവസത്തേക്ക് മാത്രമല്ല, മുന്നോട്ടും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആത്മീയ വേളകൾ കിട്ടുമ്പോൾ ഞാൻ പറയും, ചിലർക്ക് ശരീരത്തിന് ക്ഷമതാക്കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഡയബറ്റിക്കിൻ്റെ അസുഖവും മറ്റ് ബുദ്ധിമുട്ടുള്ളവർ, ചിലർ മരുന്ന് സ്ട്രോങ് മെഡിസിൻ കഴിക്കുന്ന ഒരാൾ ഈ മുന്നിൽ വന്നിരുന്നാൽ അവർ പിടിച്ചു വെച്ചാൽ അവരുടെ ശരീരം ഒന്ന് ഉറക്കം തൂങ്ങാതൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഈ മുന്നിൽ വന്നിരുന്ന് ഉറക്കം തൂങ്ങിപ്പോയാൽ ഞാനും ഏലി പുരോഹിതനെ പോലെ നിങ്ങളുടെ ശരിയായിട്ടുള്ള ഉറക്കമാണോ മരുന്നിൻ്റെ ഉറക്കമാണോ എന്ന് എനിക്ക് അറിയാൻ പറ്റാതെ വരും. അപ്പോൾ ഒരു ഇച്ചിരി പുറകിലൊക്കെ അങ്ങനെ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവർ ഇരിക്കുന്നത് കുഴപ്പമില്ല. രണ്ടാമത് ഇങ്ങനെ വന്ന് മുന്നിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ ബോധം ഉണ്ടാകുമ്പോൾ തന്നെ നാം പറഞ്ഞല്ലോ, ഡയബറ്റിക്കിൻ്റെ അസുഖമുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പുറത്തു പോകേണ്ട ആവശ്യം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കൂടിയിരിക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തവരുണ്ട്. തീർച്ചയായിട്ടും ഒരു സൈഡ് സീറ്റ്, ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരു സീറ്റൊക്കെ എടുക്കണം. പക്ഷേ തമ്പുരാന് നമ്മുടെ ശരീരം അറിയാം. അങ്ങനെ ഒരാളാണെന്ന് തോന്നിപ്പിക്കത്തക്കവണ്ണം ഇരിക്കരുത്. മരുന്ന് കഴിക്കുന്നവനാണെന്ന് തോന്നിപ്പിക്കത്തക്കവണ്ണം ഇരിക്കരുത്. കാരണം അതിലേക്കൊക്കെ നമ്മളെ തള്ളിവിടാൻ ഒരു നിമിഷാർത്ഥം മതി ദൈവത്തിന്. അതുകൊണ്ട് ഏറ്റവും സൗഖ്യത്തോടും ബലത്തോടും, ഞാൻ ബലമുള്ളവളാണ്, ഞാൻ ബലമുള്ളവനാണ്, എനിക്ക് ഈ മുന്നിലത്തെ കസേരയിൽ വന്നിരുന്നാൽ എനിക്ക് അത് ദൈവത്തോട് അടുത്തിരിക്കിയാൽ അനുഭവമുണ്ട് എന്നുള്ളതാണ്. വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ തീയുടെ കോപം ജനത്തിൻ്റെ മേൽ ഇറങ്ങി വരുന്ന ഒരു സമയത്തെക്കുറിച്ച്. ആ ഭാഗമൊന്നും എൻ്റെ പ്രസംഗ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ദൈവത്തിൻ്റെ കോപവും തീയുമൊക്കെ ഇറങ്ങി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ അവിടെയുള്ളവരെല്ലാം പിറുപിറുക്കുകയായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്, സംഖ്യാപുസ്തകത്തിലുണ്ട്. അവരെല്ലാവരും പിറുപിറുക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങി വന്നപ്പോൾ പാളയത്തിൻ്റെ അരികിലുള്ളവരെ ദഹിപ്പിച്ച് കളഞ്ഞു എന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കതിൻ്റെ മർമ്മം എന്താണെന്ന് പറയാമോ? എല്ലാവരും ഒക്കെ പിറുപിറുക്കുകയായിരുന്നു, എന്നിട്ടും പാളയത്തിൻ്റെ അരികിലുള്ളവരെ ദഹിപ്പിച്ച് കളഞ്ഞു എന്നാ? ഈ ദൈവത്തിൻ്റെ തേജസ്സാകുന്ന തീജ്വാലയെ കാണുന്നവർ പിറുപിറുക്കുമ്പോൾ ഇത് മോളിൽ നിൽക്കുന്നതുകൊണ്ട് ചില പൊത്തുവരുത്തത്തിലൊക്കെയാണ് പിറുപിറുത്തത്. പക്ഷെ പാളയത്തിൻ്റെ അറ്റത്തിലുള്ളവർക്ക് ദൈവതേജസ് അങ്ങനെ കാണത്തില്ലാത്തതുകൊണ്ട് സുഖമായിട്ട് നിയന്ത്രണം കൂടാതെ നല്ലവണ്ണം പിറുപിറുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്നപ്പോൾ 1 2 3 എന്ന് നെറ്റിക്ക് നമ്പർ ഇട്ടപ്പോൾ ഏറ്റവും നശീകരിക്കപ്പെടേണ്ടവരെന്ന് നമ്പർ ഇട്ടപ്പോൾ സത്യത്തിൽ പിറുപിറുക്കാൻ അവസരം തേടി പാളയത്തിൻ്റെ അറ്റത്തിലേക്ക് പോയവർക്കാണ് അടി കിട്ടിയത്. അതുകൊണ്ടൊക്കെയാണ് ഞാനിത് പ്രസംഗിക്കുന്നത്. വചനപ്രകാരം മാത്രമേ എനിക്കിവിടെ നിൽക്കാൻ കഴിയൂ. വചനത്തിൻ്റെ തത്വങ്ങളെ മാത്രമേ പ്രസംഗിക്കാൻ കഴിയൂ. വചനം നമുക്കൊരു മാൻഡേറ്റാണ്, നമുക്ക് അത് ഒരു സംഹിതയാണ്. അതിനെ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും നമുക്ക് കാണാം. പക്ഷെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നിങ്ങളിൽ ചിലർ കർഷകരാണ്, നിങ്ങളിൽ ചിലർ ദിവസ കൂലിക്ക് ജോലിക്ക് പോകുന്നവരാണ്, ചിലർ ഓഫീസുകളിൽ പണി ചെയ്യുന്നവരാണ്, ചിലർ അനുഗ്രഹിക്കപ്പെട്ട വൈറ്റ് കോളർ ജോബ്സ് ഉള്ളവരുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളവർ എൻ്റെ മുന്നിലിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും ഈ വചനം നിങ്ങളുടേതായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെതായിട്ട് അത് ഉരുത്തിരിഞ്ഞു വരുമെന്നുള്ളതാണ് ഈ വചനത്തിൻ്റെ പ്രത്യേകത. ഈ വചനം നിങ്ങളുടേതായിട്ട് ഉരുത്തിരിയും. എനിക്ക് ദൈവം സംസാരിക്കുന്ന രീതിയിലല്ല നിങ്ങളോട് സംസാരിക്കുന്നത്, പക്ഷെ നിങ്ങളും ഞാനും ദൈവം സംസാരിക്കാനുള്ള വഴി ഒരുക്കി കൊടുക്കണം. നമ്മൾ ദൈവത്തിന് സംസാരിക്കാനും ഇടപെടാനുമുള്ള ഒരിക്കൽ പ്രക്രിയ നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവം കൃത്യമായിട്ട് ഇടപെടും. ഞാൻ എൻ്റെ സമയം നഷ്ടപ്പെടുത്താതെ ഞാൻ വചന ശുശ്രൂഷയിലേക്ക് മുന്നേറട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത വാക്യം സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ എടുത്ത വാക്യം. വെരി ഗുഡ്. അങ്ങനെ രണ്ടുപേരോടും എഴുന്നേറ്റ് വന്നാൽ എനിക്ക് സന്തോഷം. പിന്നീട് വരുന്നവർക്കൊക്കെ പുറകിലിരിക്കാം. ദൈവത്തിന് സ്തോത്രം.
മുന്നോട്ട് വന്നു, കുഴപ്പമില്ല. ഞാനത് ഇൻട്രൊഡക്ഷൻ ആകുന്നേ ഉള്ളൂ, ഇടയ്ക്ക് പിന്നെ പോകാതെ ഇപ്പം തന്നെ വന്നിരിക്കുക. വചനം ക്രിയ ചെയ്യുന്നത് ഇങ്ങനെയാണ്. വചനം പ്രവർത്തിക്കണം, അത് ശരിയാണെന്ന് തോന്നണം, അതനുസരിച്ച് ഞാൻ ചെയ്യണമെന്ന് തോന്നുമ്പോഴാണ് അതിൻ്റെ പ്രസക്തി. അല്ലാതെ നെടുങ്കുന്നം നോർത്തിൽ അടുത്ത വർഷവും കൺവെൻഷനുണ്ട്, ഈ വർഷം കിട്ടാത്തത് അടുത്ത വർഷം എടുത്തോളണം എന്ന് പറഞ്ഞിരുന്നാൽ നാളെ പ്രഭാതത്തിൽ നമ്മൾ ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? അപ്പോൾ കർത്താവ് നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയത്തെ ഏറ്റവും യോഗ്യമായി ഉപയോഗിക്കുക. ഇന്നലെ വായിച്ചത് 33-ാം സങ്കീർത്തനമായിരുന്നു. ആ സങ്കീർത്തനത്തിൻ്റെ വാക്യത്തോട് കൂറു പുലർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പ്രസംഗിച്ചത്. എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ എനിക്ക് സംസാരിക്കാനുള്ള വേദഭാഗം ഈ സങ്കീർത്തനത്തിൽ നിന്ന് തെളിഞ്ഞു വരും. ഇന്ന് സാറിനോട് ഏത് സങ്കീർത്തനമാണ് വായിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സങ്കീർത്തനം വായിച്ചുകൊള്ളൂ. കൂടെ ഞാൻ സാറിനോട് പറയാതെ പറഞ്ഞു, എപ്പോഴേ ദൈവം എനിക്ക് വേണ്ട സങ്കീർത്തനം സാറിലൂടെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. സാറത് വായിക്കുമ്പോൾ ഇന്നത്തെ വചനത്തിനുള്ള ഭാഗം അതിലൂടെ തന്നെ ദൈവം തരും. അതുകൊണ്ട് ഇന്നത്തെ സങ്കീർത്തനത്തിൽ ഇന്ന് നാം പ്രസംഗിക്കുന്ന വേദഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് 33-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോകുന്നത്. ഇന്നലത്തെ വചനത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് അത് വരുന്നത് അങ്ങനെയാണ്. എന്താണ് 15-ാമത്തെ വാക്യം? ഇന്നലെ വായിച്ച 33-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം ഭാഗം, അവരുടെ പ്രവർത്തികളൊക്കെയും അവൻ ഗ്രഹിക്കുന്നു. ആ പ്രവർത്തികളെ ഗ്രഹിച്ച് ദൈവം ചെയ്തതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ദൈവം ആരെയും കൈവിടുന്നില്ല. തെരഞ്ഞെടുത്തത് ഒരു ദൗത്യത്തിനാണ്, ആ ദൗത്യം ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് ദൈവം നമ്മളെ കൈവിടുന്നില്ല. ദൈവം നമ്മുടെ പുറകെ വരുന്നുണ്ട്. ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും നമ്മളോട് പ്രവർത്തിക്കുന്നുണ്ട്. ദൈവം സംസാരിക്കാൻ ഒരമ്മയെ എടുത്തുപയോഗിച്ചു, ദൈവം സംസാരിക്കാൻ ഒരു മകനെ എടുത്തുപയോഗിച്ചു, ദൈവം സംസാരിക്കാൻ ഒരു ദൂതനെ എടുത്തുപയോഗിച്ചു. എന്നിട്ട് ഏലി മാനസാന്തരപ്പെട്ടോ? അവിടെയാ ചോദ്യം. നമുക്കൊക്കെ എന്തെല്ലാം മുഖാന്തരങ്ങൾ ദൈവ സംസാരത്തിനിടയാവുന്നുണ്ട്. നിങ്ങൾ പോകുന്ന വഴിയിൽ എന്തെല്ലാം മുഖാന്തരങ്ങളുണ്ട്. ഇന്നലെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ അതിമനോഹരമായ ഒരു കാഴ്ച, ആത്മീയമായി വലിയ ഒരു ചിന്തയ്ക്ക് കാരണമായ ഒരു കാഴ്ച എൻ്റെ മുന്നിലുണ്ടായി. നിങ്ങളുടെ ഈ വഴിത്താരയിൽ തന്നെ. അത് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നില്ല, വേറൊരിടത്തേക്ക് ആ പ്രസംഗം ഞാൻ സംഗ്രഹിച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ ഇനി പോകുന്ന ഒരു സ്ഥലത്ത്, ഒരു പക്ഷേ ആലപ്പുഴ ക്രൈസ്റ്റ് ചർച്ചിൽ പ്രസംഗിക്കുമ്പോഴാകാം, എവിടെയൊക്കെയോ ഞാൻ ഈ മാസം പോകുന്ന സ്ഥലത്ത് ഈ നോർത്ത് നെടുങ്കുന്നത്ത് നിന്ന് ലഭിച്ച ഒരു കാഴ്ചയാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയമാണ്. നന്മയുടെ ഒരു കാഴ്ച, കൃപയുടെ ഒരു കാഴ്ച. അപ്പം നമ്മുടെ കണ്ണിന് മുന്നിൽ ദൈവം എന്തെല്ലാം നിരത്തി വെക്കുന്നുണ്ട്. ഇത് കാണാൻ സാധിക്കുന്നത് ദൈവാത്മാവ് കൊണ്ടാണ്, കണ്ടത് ഗ്രഹിക്കാൻ സാധിക്കുന്നത് ദൈവാത്മാവ് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യത്തിൽ പറഞ്ഞത്, ദൈവപ്രവർത്തികൾ ഉണ്ടായിട്ടും അത് ഗ്രഹിക്കാതെ പോയത് നാം കണ്ടു. ഇന്നും ദൈവപ്രവൃത്തിയെക്കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കാൻ വരുന്നത്. എന്നാൽ ഇന്നത്തെ എൻ്റെ ചിന്തയ്ക്ക് ആധാരം ഇന്നത്തെ സങ്കീർത്തനമാണ്. ഇന്ന് ഏത് സങ്കീർത്തനമാണ് വായിച്ചത്? 84-ാം സങ്കീർത്തനം. എത്ര തവണ ആവർത്തിച്ച് വായിക്കപ്പെടുന്ന സങ്കീർത്തനമാണ്. ഒരു 4 ദിവസം കൺവെൻഷൻ നടക്കുന്നെങ്കിൽ ഒരു ദിവസം കൃത്യമായും 84-ാം സങ്കീർത്തനമായിരിക്കും. അത്രയ്ക്ക് മനുഷ്യൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. എന്തൊരു സുഖമാണ് ആ സങ്കീർത്തനത്തിൻ്റെ വായനയിൽ. അത് മുഴുവൻ ഒരു ധ്യാന വിഷയമാക്കുന്നില്ല ഞാൻ. ഇന്ന് എനിക്കൊരു ദൗത്യമുണ്ട്. ഈ കാലത്തോട് ബന്ധപ്പെട്ട് മഹായിടവക തിരഞ്ഞെടുത്ത ഒരു വിഷയത്തോട് ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചതെങ്കിൽ, ദൈവം ഈ ആഴ്ചയിൽ നിശ്ചയിച്ചിരിക്കുന്ന തിരുവചനത്തോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ ഈ സന്ധ്യയിൽ നിൽക്കുന്നത്. വലിയൊരു സന്ദേശം, നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ദൈവത്തെ കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന, ഇന്നലെ വരെ ഇടപെട്ട ദൈവം നാളെ നിങ്ങളോട് ഇടപെടുമ്പോൾ ഫലപ്രദമായി ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് നിങ്ങളുടെ ശരീരത്തെ ഒരുക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു വചനമാണ് എനിക്ക് നൽകാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അല്പം ദീർഘമായ കൃത്യമായി നിങ്ങളെ വിശദമായിട്ട് പറഞ്ഞു മനസ്സിലാക്കാനൊക്കെ എനിക്ക് സാധിക്കുന്നത് എനിക്ക് മതിയാകുന്ന സമയം ഇവിടെ അനുവദിച്ചു തരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ അതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ശുശ്രൂഷകർ അതിന് മനസ്സ് കാണിക്കുന്നു, മതിയാകുന്ന സമയം ലഭിച്ച് ഭംഗിയായിട്ട് വചനം പറഞ്ഞു കൊടുക്കണമെന്ന്. അതുകൊണ്ട് അതിനോട് കൂറു പുലർത്തിക്കൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന സമയ പരിധിക്കുള്ളിൽ നിന്ന് ഈ വചനത്തെ നിങ്ങളിലേക്ക് സംവേദിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് സങ്കീർത്തനം 84-ൽ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന വാക്യശകലങ്ങളെ ഒന്ന് പറയുകയാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ നോക്കുക. 84-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അപ്പം ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങുന്നത് കൊണ്ട് ഞാൻ അതിനെ ഒരു ചോദ്യം ആക്കുകയാണ്. ബലം ദൈവത്തിലുള്ള മനുഷ്യൻ ആരാണ്? ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ഈ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നു. അപ്പം നമ്മൾ വചന ശുശ്രൂഷ തുടങ്ങുകയായതുകൊണ്ട് ഞാൻ അതിനെ ഒരു ചോദ്യമാക്കുകയാണ്. ബലം ദൈവത്തിലുള്ള മനുഷ്യൻ ആരാണ്?
എങ്ങനെയാണ് ബലം ദൈവത്തിൽ ഉണ്ടായാൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉരുത്തിരിഞ്ഞു വരുന്നത്? ശ്രദ്ധിക്കണേ, ഈ സങ്കീർത്തനം നിങ്ങൾക്ക് ഇന്നലത്തെ വചന ശുശ്രൂഷയിൽ അറിയാമല്ലോ. ഞാൻ തുടങ്ങുന്നിടത്ത് വന്ന് നിൽക്കുന്ന ആളാ. എങ്ങാണ്ടൂടെ കാട് കയറിപ്പോയി എങ്ങോട്ടോ പോയി പറഞ്ഞിട്ട് അതുവഴി ഇറങ്ങിപ്പോകുന്ന ആളല്ല. ഞാൻ എവിടെയാണോ സംസാരിച്ച് തുടങ്ങുന്നത് അവിടെ വന്ന് അവസാനിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇതൊക്കെ ഓർത്ത് വെക്കണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ബലം ദൈവത്തിലുള്ള മനുഷ്യൻ ആരാണ്? ബലം ദൈവത്തിലുണ്ടെങ്കിൽ എങ്ങനെയാണ് സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ടായി വരുന്നത്? ഇതെല്ലാം ഇന്ന് വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതാണ്. മൂന്നാമത്, മുൻമഴയാൽ, അതായത് 6ന്റെ പകുതി, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. എന്താണ് മുൻമഴ? ദൈവത്തിൻ്റെ ഒരു സ്പർശമാണ്. അതുകൊണ്ട് മതിയോ? എന്നും കൂടെ വേണ്ടേ? ഈ ലഭിച്ച സ്പർശത്തെ ഒരാലിംഗനമാക്കണ്ടേ? നമ്മൾ അവിടേക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? അവിടേക്ക് വളരുന്നുണ്ടോ? ഒരു മുൻമഴ അവൻ തരികയാണ്. ആ മുൻമഴയെ ഒരനുഗ്രഹത്തിൻ്റെ മാരിയാക്കുന്നത് എങ്ങനെയാണ്? ദൈവം ആഗ്രഹിച്ചതിലേക്ക്, നാം ആഗ്രഹിച്ച ഒരു കാര്യം ദൈവം തന്നു. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കും, നാം ആഗ്രഹിച്ചത് ദൈവം തന്നു, ഇനി ദൈവം ആഗ്രഹിച്ചത് കൊടുക്കാൻ തക്കവണ്ണം നമ്മൾ വളരുന്നുണ്ടോ? ശ്രദ്ധിക്കണമേ, നാം ആഗ്രഹിച്ചത് ദൈവം തന്നു, ദൈവം ആഗ്രഹിച്ചത് കൊടുക്കാൻ തക്കവണ്ണം നമ്മൾ വളരുന്നുണ്ടോ? ഈ ചോദ്യവും നമ്മൾ ഉയർത്തണം. താഴോട്ട് ഞാൻ പോവുകയാണ്. എനിക്ക് ആവശ്യമായ കാര്യങ്ങളിലേക്ക് ഞാൻ വരികയാണ്. അതിന് താഴെ എഴുതിയിരിക്കുന്നു, 11ാമത്തെ വാക്യത്തിൻ്റെ പകുതി, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. നേരോടെ നടക്കുക എന്നാൽ എന്താണ്? ദൈവം നേരോടെ നടക്കുന്നവർക്ക് കൊടുക്കുന്ന നന്മ എന്നാൽ എന്താണ്? ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ഇതെല്ലാം നിങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കണം. ഒന്നുകൂടെ ഞാൻ ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടി ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് തരും. ഏതാണ് ഒന്നാമത്തെ ചോദ്യം? ബലം ദൈവത്തിലുള്ള മനുഷ്യൻ ആരാണ്? ബലം ദൈവത്തിലുണ്ടെങ്കിൽ എങ്ങനെയാണ് സിയോനിലേക്ക് ഉള്ള പെരുവഴികൾ ഉണ്ടാകുന്നത്? സിയോൻ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ സീനായിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, യെരുശലേമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് സിയോൻ? സിയോൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലിപ്തമായ ഒരു ബൗണ്ടറി ഉള്ള സ്ഥലമല്ല. നിങ്ങൾ ബൈബിൾ വായിച്ചാൽ ചില സമയങ്ങളിൽ സിയോൻ ദാവീദിന്റെ വാസസ്ഥലമായിരുന്നു, ചില സമയങ്ങളിൽ സിയോൻ അവരുടെ ആലയമായിരുന്നു, ചില സമയങ്ങളിൽ സിയോൻ ശീലോ ആയിരുന്നു, ചില സമയങ്ങളിൽ യെരുശലേം ആയിരുന്നു. അങ്ങനെ മാറിപ്പോകുന്നത്? സിയോൻ എങ്ങനെയാ മാറിപ്പോകുന്നത്? ഇനി ഒരിക്കലും മറന്നു പോകാതെ നിങ്ങളുടെ ഹൃദയത്തിൽ ധരിച്ചോണം. ഞാൻ ഈ ചിലക്കൊമ്പ സഭയിൽ നിരന്തരമായി പഠിപ്പിക്കുമ്പോൾ അവരെ കൊണ്ട് ആവർത്തിച്ച് പറയിപ്പിക്കുന്ന കാര്യമാണ്. സിയോൻ എന്താണ്? ദ ഹയസ്റ്റ് സ്പിരിച്വൽ സ്പേസ് ആണ് സിയോൻ. എനിക്ക് ഏതാണോ ആത്മീയതയുടെ ഏറ്റവും വലിയ കേന്ദ്രമായി കാണുന്നത് അതാണ് സിയോൻ. നിങ്ങൾ വേളാങ്കണ്ണിയിലാണോ ആശ്രയം വെച്ചിരിക്കുന്നത്? വേളാങ്കണ്ണിയാണ് നിങ്ങളുടെ സിയോൻ. നിങ്ങൾ ഈ പള്ളിയുടെ മധുബഹായിലാണോ ആശ്രയം വെച്ചിരിക്കുന്നത്? ഈ മധുബഹയാണ് നിങ്ങളുടെ സിയോൻ. നിങ്ങളുടെ വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയിൽ ഇങ്ങനെ വട്ടത്തിലിരിക്കുമ്പോൾ നിങ്ങൾ നിർണയിക്കുന്ന, നിങ്ങൾ ഉയർത്തുന്ന പ്രാർത്ഥനയാണോ നിങ്ങൾക്ക് ഏറ്റവും വലിയ ആത്മീയ സന്തോഷം നൽകുന്നത്? നിങ്ങളുടെ പ്രാർത്ഥനാ മുറി, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണ് സിയോൻ. മനസ്സിലായോ ഞാൻ പറയുന്നത്? സിയോൻ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും ആത്മീയ അനുഭൂതിയുടെ അങ്ങേയറ്റത്തെ സമ്മാനിക്കുന്ന ഇടം. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഓരോരുത്തരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു എന്ന് പറഞ്ഞാൽ സിയോന്റെ അനുഭവം ഇല്ലാത്തവർക്ക് ദൈവസന്നിധിയെ പ്രാപിപ്പാൻ പറ്റിയല്ല. സിയോനിലേക്ക് നിങ്ങൾ തീർത്ഥയാത്ര നടത്തിയിട്ടോ യെരുശലേമിലേക്ക് നിങ്ങൾ തീർത്ഥയാത്ര നടത്തിയിട്ടോ കർത്താവ് ജനിച്ച സ്ഥലവും കർത്താവ് മരിച്ച സ്ഥലവും പോയി കണ്ടിട്ടോ നിനക്ക് സ്വർഗത്തിൽ അവകാശം ഉണ്ടാവുകയില്ല. നിന്റെ ജീവിതത്തിൻ്റെ ആത്മീയ ഔന്നത്യത്തിൽ നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ മാത്രമാണ് നിനക്ക് ദൈവസന്നിധിയെ പ്രാപിക്കാൻ കഴിയുക. അതുകൊണ്ട് എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു സിയോൻ ഉണ്ടായിരിക്കണം. ഓരോരുത്തരുടെയും സിയോൻ വ്യത്യസ്തമായ ഇടമായിരിക്കും. എൻ്റെ പ്രസംഗ വിഷയം അതല്ല എന്നുള്ളത് കൊണ്ട് ഞാനത് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളത് കണ്ടിട്ട് താഴെ നമ്മൾ പറഞ്ഞത് എന്താണ്? മുൻമഴ. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. ദൈവം നൽകിയ മുൻമഴയെ ഒരു ജലാശയമാക്കി തീർത്ത ഒരു മനുഷ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ദൈവം കൊടുത്ത ബലത്തെ മേൽക്കുമേൽ ഉള്ള ബലമായി തീർത്ത ഒരു മനുഷ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ഇന്ന് നാം വായിച്ചത് അതാണ്. മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. മേൽക്കുമേൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ദൈവം തന്ന ബലത്തിൽ നിന്ന് അധികമായ ബലത്തിലേക്കുള്ള യാത്ര, അല്ലാതെ അവൻ്റെ ബലം ചോർന്നു പോകുന്നിടത്തേക്കുള്ള യാത്രയല്ല. ഇന്ന് ക്രിസ്തീയ മക്കളെല്ലാം കഴിഞ്ഞ കാലങ്ങളിലുള്ള ബലത്തെക്കുറിച്ച് പറയുന്നു, എന്നിട്ട് ഇന്നത് ചോർന്നു പോയെന്നും മക്കളുടെ കാലം വരുമ്പോൾ ഇനിയും ചോർന്നു പോകുമെന്നും പറയുന്നു. അതാണോ ആത്മീയത?
അതാണോ ദൈവസന്നിധിയിലെ ഒരു ജീവിതത്തിൻ്റെ സാക്ഷ്യം? ഇന്നലെ എൻ്റെ അപ്പൻ്റെ കാലത്ത് കൊള്ളായിരുന്നു, വല്യപ്പൻ്റെ കാലത്ത് ഇത് നല്ലതായിരുന്നു, എൻ്റെ കാലം വലിയ ഗുണമില്ല, എൻ്റെ മക്കളുടെ കാലം പോക്ക. ഇത് ക്രിസ്തീയ ആത്മീയതയല്ല. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ, മക്കളെ ജനിച്ച ഭവനത്തിൻ്റെ അവസ്ഥ, മക്കളെ വളർത്തിയതിൻ്റെ അവസ്ഥ, ഏത് അകൃത്യമാണ് മോചിക്കാതിരിക്കുന്നതെന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയൊക്കെ കണ്ടു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് അവസാനം ചെന്ന് നിൽക്കുന്നത് ഒരു നന്മയും മുടക്കുകയില്ല. എന്താ? ക്രിസ്തു തരുന്ന ഏറ്റവും വലിയ നന്മ. ഞാൻ ഈ വേദിയിൽ നിന്ന് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇന്നലെ നിങ്ങളൊരു കഥ കേട്ട് എൻ്റെ കൂടെ ഇരുന്നെങ്കിൽ ഇന്ന് നാം ക്രിസ്തുവിൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. ഒരു നിമിഷം പ്രാർത്ഥിച്ച് വചനത്തിലേക്ക് നാം കടക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കണ്ണുകൾ അടയ്ക്കുക. ആത്മാവേ ചൈതന്യമേ ആശ്രിത വത്സലനേ അനുഗ്രഹധാരയായി നീ അഭിഷേകം ചെയ്തിടണേ. ആത്മാവേ ചൈതന്യമേ ആശ്രിത വത്സലനേ അനുഗ്രഹധാരയായി നീ അഭിഷേകം ചെയ്തിടണേ. മന്ദത പാടെ മാറാൻ മാലിന്യമാകെ നീങ്ങാൻ മാനസക്കോവിലിതിൽ നീ വന്നു വാണിടുക, നീ വന്നു വാണിടുക. നിന്ദാനം അനുഭവിപ്പാൻ എരിവോടെ നീ ഉണർത്തു. എല്ലാം നവീകരിക്കൂ, നവസൃഷ്ടിയാക്കി മാറ്റൂ, നവസൃഷ്ടിയാക്കി മാറ്റൂ. ആത്മാവായ ചൈതന്യമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ വിലക്കെടുത്തുകൊണ്ട് നിന്റെ മക്കളുടെ ഹൃദയ വാഞ്ചയ്ക്ക് മറുപടിയായി കർത്താവ്, ഇവിടെ വന്നിരിക്കുന്നവർ വ്യത്യസ്ത മനോഭാവത്തിലുള്ളവരാണ്, വ്യത്യസ്ത രീതിയിൽ ദൈവവചനത്തെ കാണുന്നവരാണ്, വ്യത്യസ്തമായ കപ്പാസിറ്റി കർത്താവെ അവർക്ക് ദൈവവചനം സ്വീകരിപ്പാനായിട്ടുണ്ട്. എന്നാൽ ദൈവവചനം ഞങ്ങളോട് തരുന്ന ഒരു ഉറപ്പുണ്ട്. നീ ഒരു ഇളമ്പുല്ലാണെങ്കിൽ അതിൻ്റെ മേൽ പൊടിമര പോലെ ഞാൻ കടന്നു വരും. നീ ഒരു കുറ്റിക്കാട് പോലെ ഒരു ചെറിയ വളർച്ചയാണെങ്കിൽ നിന്റെ മേൽ ഞാൻ അത്തരത്തിൽ ഉള്ള മഴ പെയ്യിക്കും. ഹല്ലേലൂയ. നീ ഒരു വൃക്ഷമായിരുന്നാൽ നിന്റെ മുകളിൽ മാരി പെയ്യിക്കുവാൻ എനിക്ക് കഴിയും. ഇവിടെ വന്നിരിക്കുന്നവരുടെ ആത്മീയ വളർച്ചയ്ക്ക് അനുസരിച്ച് ഒരേ വചനത്തെ, അടിയൻ സംസാരിക്കുന്ന ഒരേ വചനത്തെ വ്യത്യസ്തമായ മനോഭാവത്തിൽ ഇരിക്കുന്നവർക്ക്, അവർക്കുതകുന്ന, അവർക്ക് മാറ്റം വരുത്തുന്ന, അവർക്ക് സൗഖ്യം തരുന്ന, അവരെ ദൈവത്തിന്റെ സന്നിധിയിൽ സിയോൻ അനുഭവത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന ഒരു മർമ്മമാക്കി തീർക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയുമല്ലോ. അത് നൽകുവാൻ അങ്ങേക്ക് ഇഷ്ടം തോന്നണമേ. ആയത് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ സൗഖ്യത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്ന അനേക അവസരങ്ങളുണ്ട്. ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും എനിക്കറിയാം സൗഖ്യത്തെക്കുറിച്ചുള്ള വാഞ്ചയാണ് ദൈവവചനത്തോട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലായി സ്വീകരിക്കപ്പെടുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഇടം, ഒരുപക്ഷെ അവർ പ്രത്യക്ഷത്തിൽ അത് ആഘോഷിക്കുന്നത് കൊണ്ടായിരിക്കാം, വേറെ സ്ഥലങ്ങൾ കാണപ്പെട്ടേക്കാം. എന്നാൽ ഏറ്റവും അധികം ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് അവരുടെ പൈതൃകവും അവരുടെ ജീവിത രീതിയും അങ്ങനെയാകയാൽ, അവർ ആഘോഷിക്കുന്ന ജനമാകയാൽ, ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷവും അവർ മൈതാനങ്ങളിൽ വലിയ ആഘോഷങ്ങളെ ഉയർത്തുന്നത് കൊണ്ട് ഈ നാളുകളിൽ ഇന്ത്യയിലെ പേപ്പറുകളിലൊക്കെ ഇതൊരു ആശങ്കയുടേതായിട്ട്, അല്ലെങ്കിൽ ഇതൊരു വലിയ വളർച്ചയുടേതായിട്ടൊക്കെ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരാറുണ്ട്. ഈ മാറ്റം നടക്കുന്നത് പഞ്ചാബിലാണ്. പഞ്ചാബിൽ അനേക ആളുകൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. മറ്റൊരു പ്രത്യേകത, സംഘടിത മതമല്ല,
അല്ലെങ്കിൽ കത്തോലിക്ക സഭ പോലെ അല്ലെങ്കിൽ അങ്ങനെ രൂഢമൂലമായ സഭയുടെ പ്രക്രിയയല്ല. ഓരോ സ്ഥലത്തും ഓരോ മൈതാനത്ത് ഓരോ ക്രിസ്തുവിലുള്ള ദൈവദാസന്മാര് ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ജനം ആ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പറയും. എന്നാൽ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രസംഗം കേട്ടല്ല ഇവരെല്ലാം ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെയോ പഞ്ചാബിൽ ഈ മൈതാനത്തേക്ക് വന്ന് ക്രിസ്തുവിൻ്റെ വചനം കേട്ടിട്ട് ക്രിസ്തുവിന് ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുന്നവരിൽ വലിയ അത്ഭുതങ്ങൾ, പുറമേ കാണാവുന്ന വലിയ അത്ഭുതങ്ങൾ, വലിയ രോഗസൗഖ്യങ്ങൾ, വലിയ ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലുകൾ. ഇന്ന് പ്രത്യേകിച്ച് പഞ്ചാബിൽ യൗവനക്കാരായ ആളുകൾ മയക്കുമരുന്നിനും മറ്റു രീതിയിലുള്ള അവർ ധാരാളം സമ്പന്നരാണ്. അവരിൽ അധികം പേരും കാനഡയിലൊക്കെ അവരുടെ വലിയൊരു വിഭാഗം ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടെ നയിക്കുന്ന പണമൊക്കെ പഞ്ചാബിലേക്ക് വന്നുകൂടുമ്പോൾ പുതുതലമുറയുടെ കയ്യിൽ ധാരാളം വിഭവങ്ങളെ ലഭിക്കുമ്പോൾ അവർ ഇത്തരത്തിൽ അവരുടെ ജീവനെ തന്നെ മയക്കുമരുന്നിനും അധർമ്മ സഞ്ചാരത്തിനും കാർ റേസിംഗിലും ഒക്കെ വിട്ടുകൊടുത്ത് അപകടത്തിൽപ്പെടുകയും നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സംഭവിക്കുന്നത് എന്താണ്? ക്രിസ്തു ഇത്തരത്തിലുള്ള എല്ലാ പ്രക്രിയയിൽ നിന്നും യൗവനക്കാരെയും അവിടുത്തെ ജനത്തെയും വീണ്ടെടുത്ത് അവൻ്റെ വകയാക്കി തീർക്കുന്നു. അവിടെ പറയുന്ന ഒരു കാര്യം, ഇതിനെ നമുക്ക് തടയാൻ കഴിയില്ല. കാരണം ഇത് പ്രഘോഷണമല്ല നടക്കുന്നത്. പ്രഘോഷണത്തിലൂടെ അനേകരെ സൗഖ്യം ആകുന്നു, അനേകരെ വിടുതൽ പ്രാപിക്കുന്നു, സമൂഹത്തിന് മാറ്റം ഉണ്ടാകുന്നു. മദ്യപാനികൾ കൂടിയിരുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന യൗവനക്കാരടങ്ങിയ ഒരു സമൂഹത്തിന് രൂപാന്തരം ഉണ്ടാകുന്നു. അത് ക്രിസ്തുവിലൂടെ ആകുന്നു എന്ന് പറഞ്ഞ് നമുക്കത് തടയാൻ പറ്റില്ല. ഈ ഉണ്ടാകുന്ന രൂപാന്തരം വളരെ ഗുണപരമാണ്. അതിന് കാരണക്കാരനായത് ക്രിസ്തുവാണെന്ന് അവർ പറയുമ്പോൾ നമുക്കെങ്ങനെ തടയാൻ കഴിയും? എന്തേ നമ്മുടെ ഇടയിൽ ഈ ക്രിസ്തുവിന് ഇത്തരത്തിൽ പ്രകടമായ അടയാളങ്ങളോടെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല? നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ സ്പർശത്തെ ഒരാഘോഷമാക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ആ ആഘോഷത്തിൻ്റെ കാതലെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആദ്യമായിട്ട് മനുഷ്യന് സൗഖ്യത്തെക്കുറിച്ചുള്ള ഒരു ആഗ്രഹത്തെക്കുറിച്ച് പറയുന്നത് ബൈബിളിൽ തന്നെ ആദ്യമായി പുറപ്പാട് പുസ്തകത്തിൻ്റെ 15-ാം അധ്യായമാണ്. നമ്മൾ ഒന്നിച്ചാണല്ലോ വായിക്കുന്നത്. ബൈബിൾ തുറക്കുന്നവർ എന്നോട് ചേർന്ന് അതിൻ്റെ 26-ാമത്തെ വാക്യം നോക്കാം. ഒറ്റ വാക്യം മതി. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നുപോലും ഞാൻ നിനക്ക് വരുത്തുകയില്ല. എന്താ പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞത്? വ്യാധി എല്ലാവർക്കും ഉണ്ട്, മിസ്രൈമിൽ മാത്രമല്ല വ്യാധി. പക്ഷെ കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞു മിസ്രൈമിൽ വരുത്തിയ വ്യാധി. എന്താ മിസ്രൈമിൽ വരുത്തിയ വ്യാധിയുടെ പ്രത്യേകത? ദൈവവചനത്തെ കേൾക്കാതിരുന്നവരുടെ മേൽ വന്ന വ്യാധി. ദൈവം വിട്ടയക്കാൻ പറഞ്ഞിട്ട് വിട്ടയക്കാഞ്ഞവരുടെ മേൽ വന്ന വ്യാധി, മറുതലിക്കുന്നവരുടെ മേൽ വന്ന വ്യാധി. വ്യാധി ഇല്ല എന്നല്ല ദൈവം പറയുന്നത്, രോഗങ്ങളില്ല എന്നല്ല ദൈവം പറയുന്നത്. വചനം ശ്രദ്ധയോടെ നോക്കിയാൽ അറിയാം. മിസ്രൈമ്യരുടെ മേൽ 10 ബാധകളാൽ ഞാൻ അവരെ ബാധിച്ചു. ആ ബാധകൾ അവർ വിളിച്ചു വരുത്തിയതാണ്. എനിക്ക് നിങ്ങളോടുള്ള ചോദ്യം, വിളിച്ചു വരുത്തിയ രോഗങ്ങൾ നിങ്ങളിലുണ്ടോ? വിളിച്ചു വരുത്തിയ ശാപങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? വിളിച്ചു വരുത്തിയ പ്രതിസന്ധികൾ നിങ്ങളിലുണ്ടോ? അച്ഛനോടും ഉപദേശിയോടും പ്രാർത്ഥിക്കാൻ എന്ന് പറയുമ്പം ഒരു നിമിഷം മനസ്സുകൊണ്ട് ചിന്തിക്കണം, ഞാൻ പ്രാർത്ഥിക്കാൻ പറയുന്ന വിഷയം എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് വന്നു ചേർന്നതാണോ? അല്ലാത്തതുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സംശയവും ഇല്ല. ഇവിടെ വചനം പറയുന്നു മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. എങ്ങനെയാ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നത്? ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന എണ്ണിപ്പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധയോടെ കേട്ട് പ്രസാദമുള്ളത് ചെയ്ത് കൽപ്പനകളെ അനുസരിച്ച് വിധികളെ പ്രമാണിച്ചാൽ. 4 കാര്യങ്ങളെ അക്കമിട്ട് പറഞ്ഞു.